നമസ്കാരം. സാധാരണ ഒരു കൊലപാതകമോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റകൃത്യമോ നടന്നാൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രാരംഭ ദശ തുടങ്ങി ഒരു 2 മാസം ആകുമ്പോഴേക്കും അത് അന്വേഷണം ഏകദേശം പൂർത്തീകരിക്കുന്ന അവസ്ഥയിലെത്തുകയാണ് പതിവ്. പറയാൻ കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ തുടക്കത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അത് താത്തു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ദുരൂഹ മരണവുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ അത് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അപ്പോൾ ഇതുവരെ അതിനകത്തൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകത്തോണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ CBI അന്വേഷണത്തിന് വേണ്ടി സമീപിച്ചത്. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം റാന്നിക്ക് സമീപം 4 യുവാക്കൾ ചേർന്ന് മറ്റൊരു വ്യക്തിയെ കാർ ഇടിപ്പിച്ചു കൊന്നു. അപകടത്തിൽപ്പെട്ട ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർക്കുണ്ടായ സംശയവും പോലീസിനെ അറിയിക്കുകയും പോലീസ് അത് മുഖവിലക്കെടുത്ത് അന്വേഷണം നടത്തുകയും അത് അപകടമല്ല കൊലപാതകമായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. അത്രമാത്രം ചിന്തിക്കാനുള്ള ശേഷി കണ്ണൂരിലെ A.D.M. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ കാരണങ്ങൾ തേടിപ്പോവുകയും ചെയ്ത പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ണൂരിലെ ആ സ്പെഷ്യൽ പോലീസ് ടീം ഉൾപ്പെടെയുള്ളവർ എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ കേസിനെ അന്വേഷണ രീതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തോന്നുന്നു. ഞാനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 6-7 വീഡിയോ ചെയ്തിട്ടുണ്ട്. 40-50 വീഡിയോ ചെയ്തവരൊക്കെ ഈ വിഷയത്തിൽ ചെയ്തവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഷാജഹാൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഈ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറുടെ പ്രജിത്തിൻ്റെതായ ഒരു വീഡിയോ, അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ വാട്സപ്പിൽ വന്നത് പോസ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരാൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഈ പറയുന്ന പ്രജിത്ത് തൻ്റേതായ രീതിയിൽ ഷോർട്ട് ഫിലിമായി പുറത്തിറക്കിയത്. കഥകളി നടനായ അദ്ദേഹം സ്കൂൾ കലോത്സവത്തിലൊക്കെ കഥകളിക്ക് സമ്മാനം മേടിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹം അന്നോട്ട് ഇടതുപക്ഷ യുവജന സംഘടനയുടെ ആഭിമുഖ്യം പുലർത്തിയ ആളാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, കലാകാരനായൊരു മനുഷ്യൻ, അയാളുടെ ഉള്ളിൽ എവിടെയോ ഒരു കുത്തിവലിവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീഡിയോ കാണുമ്പോൾ. വീഡിയോ ആദ്യം അവസാനം കാണുമ്പോൾ കഥകളിയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങളും ക്രൂരതയും എല്ലാം ചേർത്ത് അതിനുശേഷം പോസ്റ്റ്മോർട്ടവും ഇതെല്ലാം കഴിഞ്ഞ് ഇടനാഴിയിലൂടെ അയാൾ വളരെ ദുഃഖിതനായി ഓടിപ്പോകുന്നതും പിന്നീട് തലയിൽ കൈയും വെച്ച് താഴെയിരിക്കുന്നതുമായ രംഗങ്ങളാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട്. അങ്ങനെ മനോവ്യഥയിലാണ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. എന്നിട്ടും ആ ഡോക്ടർക്ക് എന്തേ സത്യം പുറത്തു പറയാൻ സാധിക്കാതെ വന്നു. ഓരോ തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്ക് ചെയ്തു കൊടുത്ത് സംഘടനാ തലത്തിൽ അയാളെ പിടിച്ചു നിർത്തി ആവശ്യം വരുമ്പോൾ അയാളെ ഉപയോഗിക്കുന്ന രീതിയാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡോക്ടർ പ്രജിത്തിനും പറ്റിയത്. നാളെ ഒരു പക്ഷേ പ്രജിത്ത് മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ അദ്ദേഹവും നവീൻ ബാബുവിൻ്റെ ഗതിയിലേക്ക് കടന്നുപോയേക്കാം. അതൊക്കെ തികച്ചും സ്വാഭാവികം മാത്രമാണ് ഇന്നത്തെ അവസ്ഥയിൽ. കാര്യങ്ങൾ ആ വഴിക്കാണ് പോകുന്നത്. മാപ്പുസാക്ഷിയാകാൻ ഒരു പക്ഷേ പ്രജിത്തിന് സാധിച്ചേക്കാം. അത് തന്നെ അരുൺ വിജയന് സംഭവിക്കാൻ പോകുന്നു. കേസ് CBI ഏറ്റെടുക്കുകയോ ഇല്ല എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കറിയില്ല. CBI കേസ് ഏറ്റെടുത്താൽ ഇവരൊക്കെ തന്നെ മാപ്പുസാക്ഷിയാകാനുള്ള ക്യൂ അവരുടെ മുമ്പിലെത്തും എന്നുള്ളതാണ് സത്യം. CBI കേസ് അന്വേഷിച്ചാൽ ആദ്യം അവർ ചോദ്യം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വിശകലനം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അവർ വിവരങ്ങൾ തേടുകയോ ചെയ്യുന്ന ഒരാളായിരിക്കും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രജിത്ത്. ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടന്ന ബോഡിയിൽ നിന്ന് എന്തൊക്കെയാണോ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാത്തതിൻ്റെ കാരണം അവർ ചോദിക്കുമ്പോൾ അത് പറയുവാനൊരു പക്ഷേ പ്രജിത്തിന് കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോഴാണ് പ്രജിത്ത് പറയുന്ന സത്യത്തിൽ നിന്ന് ഒരു വലിയ നിര, വമ്പന്മാരുടെ നിര ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്, സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാമാണ്, എന്തൊക്കെ ചെയ്തില്ലയോ എന്തൊക്കെ ചെയ്യണമായിരുന്നോ
എന്തൊക്കെ തെറ്റായ രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് മഞ്ജുഷയുടെ കേസിൻ്റെ ഫയലിൽ ഉള്ള വിവരങ്ങൾ. അതുപോലും ബേസിക്കായിട്ടൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പോലും ചെയ്യാതെ പ്രജിത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത് പോലും സംശയാസ്പദമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഡോക്ടർ പ്രജിത്ത് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത്. പ്രജിത്തും ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവരൊക്കെ മാപ്പുസാക്ഷിയാകാം, അല്ലെങ്കിൽ മാപ്പുസാക്ഷിയാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നവീൻ ബാബുവിൻ്റെതായ ഗതി ഉണ്ടായിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് അതിനെ വിശകലനം ചെയ്യുമ്പോഴും വിശദമായി പഠിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBI എന്തായാലും കേസ് ഏറ്റെടുത്താൽ അവർ ഓരോ തലമുടി നാരിഴ കീറി മുറിച്ച് പരിശോധിക്കും. ആ പരിശോധനയിൽ ഈ പറഞ്ഞ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ആൾക്കാർ, അതായത് ഈ സംഭവത്തിന് ശേഷം സഹായിക്കുവാൻ വേണ്ടി കൂടെ നിന്നവർ, അവരായിരിക്കും ഏറ്റവും വലിയ കുരുക്കിലേക്ക് പോയി ചാടാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ റാന്നിയിലെ അപകടത്തിൽ കണ്ട വ്യക്തിയെയും ആ സംശയം ഒരു ഫോറൻസിക് സർജൻ ഉണ്ടായില്ലല്ലോ എന്നുള്ള ദുഃഖകരമായ സത്യം ഓർക്കുന്നത്. എപ്പോഴും നിയമം പണക്കാരൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് വേണം പറയാൻ. ഒരുപക്ഷെ CBI അന്വേഷണം കേരള ഹൈക്കോടതി അനുവദിച്ചില്ല എങ്കിൽ മഞ്ജുഷ തീർച്ചയായും സുപ്രീം കോടതി സമീപിക്കേണ്ടതായി വരും. അങ്ങനെ വന്നാൽ പോലും CBI എൻക്വയറി ഉണ്ടാകും. ഒരു CBI എൻക്വയറിയിലൂടെ മാത്രമേ സത്യം പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിന് എന്തിനാ ഇത്ര വേവലാതി? സർക്കാർ എന്തിനാ ഈ കാര്യങ്ങളിലൊക്കെ ഇത്രയേറെ CBI എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത്? പോലീസിന് അത്രയും ജോലിഭാരം കുറഞ്ഞില്ലേ? അങ്ങനെങ്കിലും വിചാരിച്ചൂടെ? പോലീസിന്റെ ജോലിഭാരം തീർന്നു, അതുകൊണ്ട് അത്രയെങ്കിലും ജോലിഭാരം തീർന്നാൽ അവരെ വേറെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാമല്ലോ. പല ആവശ്യങ്ങൾക്ക് അവരെ വിനിയോഗിക്കാൻ നമുക്ക് പറ്റുമല്ലോ. പോലീസ് ഓഫീസർമാരെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിലെങ്കിലും അവരെ ഒഴിവാക്കി വിട്ടിട്ട് അന്വേഷണം CBIക്ക് കൊടുക്കട്ടെ, അവർ കാര്യമായിട്ട് ചെയ്യട്ടെ. ജനമെല്ലാം CBI വേണമെന്നല്ലേ പറയുന്നത്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഭവം ഉണ്ടായി കുറേ നാളുകളൊക്കെ തന്നെ ഇവിടുത്തെ വാർത്താ ചാനലുകൾ ഭയങ്കര ചർച്ചയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് അവർ അനക്കവുമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇതുമായി ഉള്ള ഒരു വാർത്തയും കണ്ണൂരിലെ ലേഖകന്മാരിൽ നിന്ന് മുമ്പോട്ട് വരുന്നില്ല. അതും ഒരുപക്ഷെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സ്പോൺസേഡ് ആണല്ലോ നമ്മുടെ പല ചാനൽ ചർച്ചകളും. അങ്ങനെ സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഈ പറയുന്ന ചർച്ചയും ഈ പറയുന്ന വിഷയങ്ങൾ എടുക്കാതിരിക്കാനുള്ള കാരണം അതാകാം. എന്തായിരുന്നാലും ഡോക്ടർ പ്രജിത്ത്, അരുൺ വിജയൻ എന്നിവർ കടുത്ത മാനസികവ്യഥയിലാണ്. അരുൺ വിജയൻ്റെ കാര്യം എനിക്കറിയില്ല. അയാൾ ആദ്യമേ തൊട്ട് അയാൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ പോലും മനോവ്യഥയുണ്ടെങ്കിലും അയാൾ ഒരു പക്ഷേ മാപ്പുസാക്ഷിയായേക്കാം. മാപ്പുസാക്ഷിയാകാൻ വേണ്ടി മുമ്പോട്ട് വരാം. അത് തന്നെയാണ് പ്രജിത്തിൻ്റെ കാര്യത്തിലുള്ളത്. പ്രജിത്ത് ഓർക്കേണ്ടത് അയാളൊരു ഡോക്ടറാണ്. അതിലുപരി ലോകം മൊത്തം ആരാധിക്കുന്ന കഥകളി പഠിച്ചൊരു കലാകാരനാണ്. മനുഷ്യരൂപമുള്ള ഒരു മനുഷ്യസ്നേഹിയായിരിക്കണം ഒരു ഡോക്ടർ. മൃഗത്തിൻ്റെ മനസ്സുള്ള ഒരു കലാകാരനാവരുത് ഒരു ഡോക്ടർ ഒരിക്കലും. ഈ സമൂഹത്തിലെ കുറെ പ്രതിപത്തിയുണ്ട്. അയാളെ പഠിപ്പിച്ച് വലുതാക്കി ഡോക്ടറാക്കി എടുക്കുവാൻ ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം ധാരാളം ചിലവാക്കിയിട്ടുണ്ടാവും. മാത്രമല്ല, ഒരു ഇടതുപക്ഷ സഹയാത്രികനായി വളർന്ന് അവരുടെ പ്രവർത്തനമായി വന്ന് അവരുടെ സഹായത്തോടെ MBBS അഡ്മിഷൻ മേടിച്ച് അവരുടെ നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പോൾ പ്രജിത്ത് ഇത് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് പൊതുസമൂഹം എടുത്തു പറയുന്നൊരു കാര്യം. അതുകൊണ്ട് CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കാം. പ്രഖ്യാപിച്ചില്ലെങ്കിൽ മഞ്ജുഷ അവർ ധൈര്യസമേതം മുമ്പോട്ട് വന്ന് സുപ്രീം കോടതിയെ സമീപിക്കണം എന്നാണ് നമുക്ക് അവരോട് ആവശ്യപ്പെടാനുള്ളത്. ഒരു കാര്യം എടുത്തോർക്കേണ്ട ഒരു കാര്യം, ഈ മരണം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തിരക്കഥയുണ്ടാക്കി, ആ തിരക്കഥയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായി. ആ മരണം ദുരൂഹ സാഹചര്യത്തിലുള്ളതാണെന്ന് പറയുന്നു, കൊലപാതകമാണെന്ന് പറയുന്നു. അതിനുശേഷം നടന്ന ഓരോ കാര്യങ്ങളും കേരള സമൂഹം എടുത്തെടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം വരുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി കൂടെ വന്നിട്ട് മൃതദേഹം വഴിയിൽ എങ്ങും തന്നെ ഇറക്കാതെ ഇവിടെ എത്തിക്കുന്നു. അത് കത്തിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അതുവരെ ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയുടെ സെക്രട്ടറി ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം എന്ന് പോലും നമുക്കറിയില്ല. അന്ന് വരെ അവരോടൊപ്പം കൂടെ നിന്ന കുറേ ആൾക്കാർ കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് മാളത്തിലൊളിച്ച അവസ്ഥയാണ്. അപ്പോൾ ആ കുടുംബത്തെ ഇനി സഹായിക്കാൻ പറ്റുന്നത് കോടതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി CBI എൻക്വയറി ഡിക്ലെയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ ആ കുടുംബം തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിനുശേഷം CBI വരികയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.